ഏകപക്ഷീയമായ ഏകീകരണ നീക്കം ഹയർ സെക്കൻഡറിയുടെ നിലവാര തകർച്ചയ്ക്ക് വഴിവെക്കുമെന്ന് വി.പി. സജീന്ദ്രൻ. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഏകീകരണ നീക്കം അവസാനിപ്പിക്കണമെന്ന് കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് വി.പി. സജീന്ദ്രൻ. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ 33ാമത് ജില്ലാ സമ്മേളനം കോലഞ്ചേരിയിലെ പൂതൃക്ക സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമരം ചെയ്യേണ്ട സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ. അപ്പോൾ പൊതുജനം ചോദിക്കും, ഞങ്ങൾ അതിലും കൂടുതൽ വലിയ ബുദ്ധിമുട്ടിലല്ലേ ജീവിക്കുന്നത്? സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളമെങ്കിലും മാസാമാസം കൃത്യം കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ആളുകൾ തിരിച്ച് നമ്മളോട് ചോദിക്കാറുണ്ട്. പക്ഷെ ഇന്നത്തെ ഈ വിലക്കയറ്റം ഉണ്ടായ സാഹചര്യത്തിൽ, കാരണം ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അപ്പോൾ പലരും ലോൺ എടുത്തവരുണ്ട്, വീടിനായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ലോൺ എടുത്തവരുണ്ട്, വീട് വെക്കുന്നതിന് മാത്രമല്ല വാഹനങ്ങൾ വാങ്ങുന്നതിന് ലോൺ എടുത്തവരുണ്ട്. ഈ 30% ശമ്പളം കൂടി പിടിച്ചു വെക്കുന്ന സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത നിലവാരം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ പിന്നീട് കടം വാങ്ങേണ്ട ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ടാകും. യോഗത്തിന് ജില്ലാ പ്രസിഡന്റ് ജോയ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ബിനു കെ വർഗീസ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ ജോസ് റാൽഫ് വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു. കെ.പി.സി.സി സെക്രട്ടറിയും വീക്ഷണം എം.ഡിയുമായ അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി.എൻ. വിനോദ്, സംസ്ഥാന സെക്രട്ടറിമാരായ ബിസോയ് ജോർജ്, ജിജി ഫിലിപ്പ്, ഷാനോജ് എബ്രഹാം, സംസ്ഥാന സമിതി അംഗങ്ങളായ സുരേഷ് കുമാർ എസ്, എമിൽ കെ ജോൺ, തോമസ് മാത്യു, പ്രിൻസിപ്പൽ ഫോറം ചെയർമാൻ ഡോക്ടർ ടി രാധാകൃഷ്ണൻ, വി.പി. ജേക്കബ്, ടിൻഡു പൌലോസ്, ബാങ്ക് പ്രസിഡന്റ് അനി ബെൻ കുന്നത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ TV.